അടുത്തത് multiplying a decimal by 10, 100, 1000. ഒരു ഡെസിമലിനെ 10 കൊണ്ടും 100 കൊണ്ടും 1000 കൊണ്ടും മൾട്ടിപ്ലൈ ചെയ്യുന്നു. ഇതിന് വേറെ പ്രത്യേകിച്ച് ഒന്നും ചെയ്യാനൊന്നുമില്ല. എന്ത് ചെയ്താൽ മതി? To multiply a decimal by 10, shift the decimal point in the product to the right by 1 place. To multiply a decimal by 100, shift the decimal point in the product to the right by 2 places. To multiply a decimal by 1000, shift the decimal point in the product to the right by 3 places. Further multiplication ആവശ്യമൊന്നുമില്ല. ജസ്റ്റ് ഒന്ന് ഇവിടെ ശ്രദ്ധിക്കാം. (5.326 into 10). അതേപോലെ 5.326 into 100. 5.326 into 1000. എന്ത് ചെയ്താൽ മതി എന്നറിയോ? നമ്മള് ഡെസിമൽ പോയിന്റ് ഷിഫ്റ്റ് ചെയ്താൽ മാത്രം മതി. ഡെസിമൽ പോയിന്റ് ഷിഫ്റ്റ് ചെയ്താൽ മതി. ഡെസിമൽ പോയിന്റ് മാറ്റിയിട്ട് കൊടുത്താൽ മതി. 10 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്ന സമയത്ത് 10ൽ ഒരു 0 മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് ഈ ഡെസിമൽ പോയിന്റ് എന്ത് ചെയ്യാം? ഒരു ഡിജിറ്റ് കഴിഞ്ഞിട്ട് പ്ലേസ് ചെയ്യാം. റൈറ്റ് സൈഡിലേക്ക് പ്ലേസ് ചെയ്യാം. അപ്പൊ എത്ര വരും? 53.26 എന്ന് വരും. 10 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 10ൽ ഒരു 0 മാത്രമേ ഉള്ളൂ. അത് നോക്കിയാൽ മതി. 0ന്റെ എണ്ണത്തിനനുസരിച്ച് നമ്മൾ ഡെസിമൽ പോയിന്റ് ഷിഫ്റ്റ് ചെയ്യാം. 10ൽ ഒരു 0 മാത്രം ആയതുകൊണ്ട് 5ന്റെയും 3ന്റെയും സെന്ററിൽ നിന്ന് ഡെസിമൽ പോയിന്റ് തൊട്ടടുത്ത പ്ലേസിലേക്ക് ഷിഫ്റ്റ് ചെയ്യാം. അപ്പോൾ 53.26 എന്ന് കിട്ടും. ഇനി 100 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 100ൽ എത്ര 0 ഉണ്ട്? 2 0 ഉണ്ട്. അപ്പൊ എന്ത് ചെയ്യണം? ഡെസിമൽ പോയിന്റ് 2 ഡിജിറ്റ് കഴിഞ്ഞിട്ട് പ്ലേസ് ചെയ്യാം. 2 ഡിജിറ്റ് കഴിഞ്ഞിട്ട് പ്ലേസ് ചെയ്യാം. അപ്പൊ എങ്ങനെ വരും ആൻസർ? 532.6. 532.6. അടുത്തത് 1000 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഡെസിമൽ പോയിന്റ് 3 ഡിജിറ്റ് മാറ്റിയിട്ട് പ്ലേസ് ചെയ്യാം. 3 ഡിജിറ്റ് 5,326.00 ഇടണ്ട. 0.00 എന്ന് എഴുതിയിട്ടെങ്കിലും വലിയ കുഴപ്പമൊന്നുമില്ലല്ലോ. ഇല്ല. 5,326.0 അല്ലെങ്കിൽ 5,326. ഇത്രയേ ഉള്ളൂ ഈ 10, 100, 1000 എന്നുകൊണ്ടുള്ള മൾട്ടിപ്ലിക്കേഷൻ. എളുപ്പമാണ് ചെയ്യാൻ. മൾട്ടിപ്ലൈ ചെയ്യേണ്ട ആവശ്യമില്ല. ഓക്കെ. എക്സസൈസ് 7.8ൽ ബി ക്വസ്റ്റ്യൻ മൾട്ടിപ്ലൈ എന്ന് പറഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ട് ഒരു 9 എണ്ണം. അതിന്റെ ആൻസർ പെട്ടെന്ന് എഴുതി. ടെക്സ്റ്റ് തന്നെ എഴുതിയാൽ മതി. ആൻസർ പറയട്ടെ? ഫസ്റ്റ് വൺ 7.4 into 10, 74. 1.23 into 100, 123. 0.012 74.0 എന്ന് എഴുതേണ്ട ആവശ്യമില്ല.
74 മാത്രം 74 മാത്രം എഴുതിയാൽ മതി. പോയിന്റ് ഡെസിമൽ പ്ലേസിൽ 0 ഇട്ട് എഴുതേണ്ട ആവശ്യം വരുന്നില്ല. ഡെസിമൽ പോയിന്റിന്റെ ഡിജിറ്റ് വരുന്നുണ്ടെങ്കിൽ മാത്രമേ എഴുതണ്ടൂ. ഞാന് 74 പോയിന്റ് മാത്രം അങ്ങനെ എഴുതിയിട്ടുള്ളൂ. 0 എന്ന് എഴുതണ്ട. 74 എഴുതിയാൽ മതി. പോയിന്റ് എഴുതണ്ട. 74 കഴിഞ്ഞിട്ട് പോയിന്റ് എഴുതണ്ട. 74 എന്ന് മാത്രം എഴുതിയാൽ മതി. മൂന്നാമത്തത് 0.012 into 1012. പേജ് നമ്പർ 140. 0.012 into 1012. ഏത് മിസ് ഇപ്പൊ എടുക്കുന്നത്? പേജ് നമ്പർ 141 exercise 7.8. ഞാൻ തേർഡ് ക്വസ്റ്റ്യൻ 0.012 അല്ല 12 എഴുതിയത്. അതെങ്ങനെ? ഒരു മിനിറ്റ്, ഞാനല്ല ടൈപ്പ് ചെയ്തരാം. നിങ്ങളൊന്ന് ശരിയാണോ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കിക്കോ. നിങ്ങൾക്ക് ഡൗട്ട് വരും, അത് പറഞ്ഞുതരാം. 2.56 into 10, 25.6. 6.35 into 1000, 6350. അത് നിങ്ങൾക്ക് ഡൗട്ട് വരും, അതും പറഞ്ഞുതരാം. 1.354 into 10 ശരിയാണോ? 13.54. ശരിയാണ്. 0.264 into 100, 26.4. 4.2 into 1000, 4200. ഇതിൽ ഡൗട്ട് വരുന്നത് ഒന്ന് ഇത് 8.3 into 100, പിന്നെ 6.35 into 1000, 4.2 into 1000. അതെന്താന്ന് വെച്ചാ 8.3 into 100. 8.3 into 100. ഇവിടെ നമ്മള് എന്ത് ചെയ്യുന്നു? രണ്ട് പ്ലേസ് നമുക്ക് മാറ്റിയിടണം അല്ലേ? 100നെ 100 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്ന സമയത്ത് രണ്ട് പ്ലേസ് നമ്മൾ ഷിഫ്റ്റ് ചെയ്യണം ഡെസിമൽ പോയിന്റ്. ഇവിടെ നമുക്ക് ഡെസിമൽ പോയിന്റിൽ ഡെസിമൽ പ്ലേസിൽ ഒരു പ്ലേസ് മാത്രമേ ഉള്ളൂ. ഡെസിമൽ പ്ലേസിൽ ഒരു പ്ലേസ് മാത്രമേ ഉള്ളൂ. അപ്പൊ നമ്മൾ ഇവിടെ 8.3നെ 100 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു എന്ന് പറയുന്നത് 100 എന്ന് പറഞ്ഞാൽ 10 into 10 അല്ലേ? 100 is equal to 10 into 10 അല്ലേ? ഈ ഒരു 10 കൊണ്ട് 8.3യെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് എത്ര കിട്ടും? ഒരു ഡെസിമൽ പ്ലേസ് ഷിഫ്റ്റ് ചെയ്താൽ 83 എന്ന് കിട്ടും. കിട്ടുമല്ലോ? 83 എന്ന് കിട്ടും. ബാക്കി ഇവിടെ നമുക്ക് ഒരു 10 കൂടിയില്ലേ മൾട്ടിപ്ലൈ ചെയ്യാൻ? 83 into 10, 830. 83 into 10, 830. അതായത് നമുക്കിപ്പോൾ ഇവിടെ രണ്ട് ഡെസിമൽ പ്ലേസ് ഷിഫ്റ്റ് ചെയ്യണം. രണ്ട് ഡെസിമൽ പ്ലേസ് ഷിഫ്റ്റ് ചെയ്യാൻ ഇവിടെ ഇല്ല, ഇവിടെ ഒരു പ്ലേസ് മാത്രമേ ഉള്ളൂ എങ്കിൽ ആ ഡെസിമൽ പോയിന്റ് അങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്തതിന് ശേഷം
ഒരു പ്ലേസ് ഷിഫ്റ്റ് ചെയ്തതിന് ശേഷം ഒരു 0 ഇട്ട് കൊടുക്കുക. ഇനി 4.2 into 1000. 4.2 into 1000. എന്ത് വേണം? 3 ഡെസിമൽ പ്ലേസ് 3 പ്ലേസ് നമുക്ക് ഷിഫ്റ്റ് ചെയ്യണം. 3 പ്ലേസ് ഷിഫ്റ്റ് ചെയ്യണമെങ്കിൽ ഇവിടെ ആകെ നമുക്ക് എന്ത് മാത്രമേ ഉള്ളൂ? ഒരു പ്ലേസ് മാത്രമേ ഉള്ളൂ. ഒരു പ്ലേസ് ഷിഫ്റ്റ് ചെയ്താൽ നമുക്ക് 42 എന്ന് കിട്ടും. ബാക്കിയുള്ള 2 പ്ലേസ് ഷിഫ്റ്റ് ചെയ്യുന്നതിന് പകരം 2 0 ഇട്ട് കൊടുക്കുക. ഓക്കെ, അതേപോലെ 6.35 into 1000. 6.35 into 1000. ഇവിടെ നമുക്ക് 3 പ്ലേസ് ആണ് ഷിഫ്റ്റ് ചെയ്യാനല്ലേ. 3 പ്ലേസ് ഷിഫ്റ്റ് ചെയ്യുമ്പോൾ നമ്മൾ 6.35 നിന്ന് ഒന്ന് ഷിഫ്റ്റ് ചെയ്യുമ്പോൾ 63.5 ആയി. ഒന്നുകൂടി ഷിഫ്റ്റ് ചെയ്താൽ 635 ആയി. ഇനി ഒരു പ്ലേസും കൂടി ഷിഫ്റ്റ് ചെയ്യാനുണ്ട്. അതിന് ഇവിടെ പ്ലേസ് ഇല്ലാത്തത് കൊണ്ട് നമ്മൾ അവിടെ 0 ഇട്ട് കൊടുക്കുന്നു. 6350. തേർഡ് ക്വസ്റ്റ്യനാ 0.012 into 1000 അല്ലേ? 0.012 into 1000. 1000-ൽ 3 0 ഉണ്ട്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യണം? 3 പ്ലേസ് ഷിഫ്റ്റ് ചെയ്യണം. ഒരു പ്ലേസ് 0.0-ൽ നിന്ന് ഒരു പ്ലേസ് ഷിഫ്റ്റ് ചെയ്യുമ്പോൾ 0.12 ആയി. ഈ പോയിന്റ് ഇങ്ങോട്ട് വന്നു. ഇനി ഒന്നും കൂടി ഷിഫ്റ്റ് ചെയ്യുമ്പോൾ 1.2 എന്നായി. 3 തവണ ഷിഫ്റ്റ് ചെയ്യണം. ഒന്നും കൂടി ഷിഫ്റ്റ് ചെയ്യുമ്പോൾ 12 എന്നായി. മിസ് എനിക്ക് ഇപ്പൊ മിസ് ചെയ്തു തന്ന പ്രോബ്ലം അല്ലേ 12 ആൻസർ കിട്ടുന്നത്? അത് മാത്രമേ തെറ്റുള്ളൂ, ബാക്കിയുള്ളതെല്ലാം കറക്റ്റ് ആയിരുന്നു. ആണോ? വെരി ഗുഡ്. നമ്മൾ ഓരോ പ്ലേസ് ഷിഫ്റ്റ് ചെയ്യുമ്പോൾ എവിടേക്കാ പോയിന്റ് മാറുന്നതെന്ന് നോക്കിയാൽ മതി. ഇവിടുന്ന് ഇങ്ങോട്ട് വന്നു. അവിടുന്ന് പിന്നെ 1 കഴിഞ്ഞിട്ട്, പിന്നെ അത് കഴിഞ്ഞിട്ട് 2 കഴിഞ്ഞിട്ട് വരുമ്പോൾ നമ്മൾ പോയിന്റ് ഇട്ടിട്ട് 0 എഴുതേണ്ട ആവശ്യമില്ല. 12 എന്ന് മാത്രം എഴുതിയാൽ മതി. ഓക്കെ, മനസ്സിലായോ? Multiplication by 10, 100, 1000. അത് അത്രേ ഉള്ളൂ. അടുത്തതാണ് കുറച്ചും കൂടി ടഫ് ആയിട്ട് വരുന്നത്. Multiplication by multiplication of 2 decimals. 2 ഡെസിമൽസ് തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യുന്ന സമയത്ത് കുറച്ചൊന്ന് ശ്രദ്ധിക്കേണ്ട ആവശ്യമുണ്ടാവും. എന്താന്ന് വെച്ചാല് 2 ഡെസിമൽ നമ്പറിലും കൂടിയിട്ട് എത്ര ഡെസിമൽ പ്ലേസ് വരുന്നുണ്ടോ അത്രയും ഡെസിമൽ പ്ലേസ് നമ്മുടെ പ്രൊഡക്റ്റിലും വേണം. 2 നമ്പേഴ്സ് ആണ് നമുക്ക് മൾട്ടിപ്ലൈ ചെയ്യാനുള്ളത്. 2 ഡെസിമൽ നമ്പേഴ്സ് ആണ് മൾട്ടിപ്ലൈ ചെയ്യാനുള്ളത്. അത് രണ്ടും മൾട്ടിപ്ലൈ ചെയ്യുന്ന സമയത്ത് അതിൽ രണ്ടിലും കൂടി ടോട്ടൽ എത്ര ഡെസിമൽ പ്ലേസ് ഉണ്ടോ അത്രയും ഡെസിമൽ പ്ലേസ് നമ്മുടെ ഏതിൽ വേണം? പ്രൊഡക്റ്റിലും വേണം. എക്സാമ്പിൾ പറഞ്ഞുതരാം. മൾട്ടിപ്ലിക്കേഷൻ എല്ലാം സാധാരണ പോലെ തന്നെ, അതിൽ വ്യത്യാസമൊന്നുമില്ല. 1.3 into 0.2 2 ഡെസിമൽസ് മൾട്ടിപ്ലൈ ചെയ്യുന്നു.
1.3 into 0.2. സാധാരണ മൾട്ടിപ്ലൈ ചെയ്യുന്നത് പോലെ ഡെസിമൽ ഒന്നും ഇല്ലാതെ സീറോ ഒന്നും കൺസിഡർ ചെയ്യാതെ 13 into 2 ചെയ്യാം. 13 into 2 ചെയ്യുന്നു. 13 into 2 26. 26 നമുക്ക് ആൻസർ കിട്ടി. ഇനി 26 ആൻസർ കിട്ടിയാൽ നമ്മൾ രണ്ട് ഡെസിമൽ നമ്പേഴ്സ് ആണ് മൾട്ടിപ്ലൈ ചെയ്തത് അല്ലേ? ആദ്യത്തെ ഡെസിമൽ നമ്പറിൽ ഒരു ഡെസിമൽ പ്ലേസ്, രണ്ടാമത്തെ ഡെസിമൽ നമ്പറിൽ ഒരു ഡെസിമൽ പ്ലേസ്, ടോട്ടൽ രണ്ട് ഡെസിമൽ പ്ലേസ് വരുന്നുണ്ട്. അപ്പൊ എന്ത് വരണം? നമ്മുടെ പ്രൊഡക്റ്റിലും രണ്ട് ഡെസിമൽ പ്ലേസ് വരണം. 6ഉം 2ഉം കഴിഞ്ഞിട്ട് പോയിന്റ് ഇടുക. 0.26 ആയിരിക്കും ഇതിന്റെ ആൻസർ. 0.26. ഓക്കെ, മനസ്സിലായോ? ഒന്നുകൂടി പറഞ്ഞുതരാം. 0.02 into 0.08. 0.02 into 0.08. ആദ്യം എന്ത് ചെയ്യാം? 2ഉം 8ഉം മൾട്ടിപ്ലൈ ചെയ്യുക. 0യും ഡെസിമൽ പോയിന്റ് ഒന്നും കൺസിഡർ ചെയ്യാതെ 2ഉം 8ഉം മൾട്ടിപ്ലൈ ചെയ്യുക. 2 into 8 16 എന്ന് കിട്ടി. കിട്ടിയല്ലോ. 16 എന്ന് കിട്ടിയാൽ ആദ്യത്തെ ഡെസിമൽ നമ്പറിൽ 1 2 1 2 2 ഡെസിമൽ പ്ലേസ് ഉണ്ട്. രണ്ടാമത്തേതിലും 1 2 2 ഡെസിമൽ പ്ലേസ് ഉണ്ട്. അപ്പൊ നമുക്ക് ടോട്ടൽ 1 2 3 4 ഡെസിമൽ പ്ലേസ് പ്രൊഡക്റ്റിൽ വേണം. ടോട്ടൽ 4 ഡെസിമൽ പ്ലേസ് പ്രൊഡക്റ്റിൽ വേണം. എന്ത് ചെയ്യണം? 6 1 ലെഫ്റ്റ് സൈഡിൽ 2 0. 0.0016. 0.0016. നമ്മൾ ഡെസിമൽ പോയിന്റും പിന്നെ സീറോയും ഒന്നും കൺസിഡർ ചെയ്യാതെ ഡിജിറ്റ്സ് തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യുക. അതിനുശേഷം രണ്ട് ഡെസിമൽസിലും കൂടി ടോട്ടൽ എത്ര ഡെസിമൽ പ്ലേസ് ഉണ്ടോ അത്രയും ഡെസിമൽ പ്ലേസ് പ്രൊഡക്റ്റിനും അസൈൻ ചെയ്യാം. ഓക്കെ, പേജ് നമ്പർ 142 പേജ് നമ്പർ 142 A question, find the product. Find the product എന്ന് പറഞ്ഞിരിക്കുന്ന ക്വസ്റ്റ്യനിൽ ആദ്യത്തെ 5 എണ്ണം ഒന്ന് പെട്ടെന്ന് നോട്ടിലേക്ക് ചെയ്ത് നോക്കി. ആദ്യത്തെ 5 എണ്ണം. ഓക്കെ, ആൻസർ പറയട്ടെ. ആദ്യത്തേത് 0.4 into 0.2 is equal to 0.08. ശരിയാണോ നോക്കിയാൽ മതിയേ. 1.2 into 0.3 is equal to 0.36. 1.05 into 1.2 is equal to 1.265. Then 1.5 into 0.12 is equal to 0.18. അത് ഡൗട്ട് വരും, അത് പറഞ്ഞുതരാം. 2.7 into 8.06 is equal to 21.76
2 ആണോ? നാലാമത്തെ തെറ്റിട്ടുണ്ടാവും. മിസ്സേ മൂന്നാമത്തതാണ്. മൂന്നാമത്തെ എങ്ങനെ തെറ്റുന്നേ? നാലാമത്തെ ക്വസ്റ്റ്യൻ നോക്കിക്കോ. 1.5 into 0.12 അല്ലേ? നമ്മൾ എന്ത് ചെയ്യും? മിസ്സേ 15 ആ തേർഡ് ക്വസ്റ്റ്യനിൽ എനിക്ക് 1.260 കിട്ടിയ ആൻസർ. 260 ആ 260 260 എന്നുള്ളത് 0 എഴുതിയിട്ടില്ലെങ്കിലും കുഴപ്പമില്ല, 26 മതി. 1.26. ഇനി ഇത് 1.5 into 0.12 15 ഉം 12 ഉം കൂടി മൾട്ടിപ്ലൈ ചെയ്യാം. 15 ഉം 12 ഉം കൂടി മൾട്ടിപ്ലൈ ചെയ്താൽ എത്ര കിട്ടും? 180 എന്ന് കിട്ടും ഇല്ലേ? 180 എന്ന് കിട്ടി. ഈക്വൽ ടു 180. ഇനി ഇവിടെ എന്താ വേണ്ടേ? 1 2 3 3 ഡെസിമൽ പ്ലേസ് കഴിഞ്ഞിട്ട് വേണം പോയിന്റ് ഇടാൻ. അതായത് ഇവിടെ നമ്മൾ 3 ഡെസിമൽ പ്ലേസ് കഴിഞ്ഞിട്ട് 3 പ്ലേസ് കഴിഞ്ഞിട്ട് പോയിന്റ് ഇടുന്നു എന്ന് പറഞ്ഞാൽ സ്റ്റാർട്ടിംഗ് ഫ്രം ദി റൈറ്റ് 1 2 3 3 പ്ലേസ് കഴിഞ്ഞിട്ട് നമ്മൾ പോയിന്റ് ഇടുന്നു. 0.18 എന്ന് കിട്ടി. അല്ലാതെ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ 3 ഡെസിമൽ പ്ലേസ് വേണമെന്ന് പറഞ്ഞിട്ട് 180ന്റെ റൈറ്റ് സൈഡിൽ ഒരു 0 ഇട്ടിട്ട് പോയിന്റ് ഇടരുത്. ഇവിടെ നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യുന്ന നമ്പേഴ്സിൽ എത്ര ഡെസിമൽ പ്ലേസ് ഉണ്ടോ അത്രയും പ്ലേസ് കഴിഞ്ഞിട്ടാണ് നമ്മൾ പോയിന്റ് ഇടുന്നത്. അപ്പൊ നമ്മൾ 0യും കൂടി കൺസിഡർ ചെയ്യുന്നു. 0യും കൂടി കൂട്ടിക്കൊണ്ടാണ് നമ്മൾ പ്ലേസ് കൗണ്ട് ചെയ്യുന്നത്. 0 ഒന്നാമത്തെ പ്ലേസ്, 8 രണ്ടാമത്തെ പ്ലേസ്, 1 മൂന്നാമത്തെ പ്ലേസ്. ആ 3 പ്ലേസ് കഴിഞ്ഞിട്ട് നമ്മൾ പോയിന്റ് ഇടുന്നു. ഓക്കെ, മനസ്സിലായോ? ഇപ്പോ വേറൊരു എക്സാമ്പിൾ നോക്കുകയാണെങ്കിൽ 5.6 into 0.15 5.6 into 0.15 എന്ത് ചെയ്യാ? 56ഉം 15ഉം തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യാം. 28 6 5 0 4 8 840 എന്ന് കിട്ടി. 840 എന്ന് കിട്ടി. ഇവിടെ നമുക്ക് എന്താ വേണ്ടേ? എത്ര ഡെസിമൽ പ്ലേസ് കഴിഞ്ഞിട്ട് നമ്മൾ പോയിന്റ് ഇടണം? 1 2 3 3 ഡെസിമൽ പ്ലേസ് കഴിഞ്ഞിട്ട് നമ്മൾ പോയിന്റ് ഇടണം. 1 2 3 മൂന്നെണ്ണം കഴിഞ്ഞിട്ട് പോയിന്റ് ഇടാം. 0.84 840 ആണ്. ആ 0 നമ്മൾ എഴുതൂല, 0.84 എന്ന് മാത്രം എഴുതുന്നു. ഓക്കെ, അപ്പൊ മൾട്ടിപ്ലിക്കേഷൻ ഏകദേശം മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. അടുത്തൊരു ഡിവിഷനും കൂടിയുണ്ട്, അതും കൂടി കഴിഞ്ഞാൽ ഈ ചാപ്റ്റർ കഴിയും കേട്ടോ. ഡിവിഷനും ഇതുപോലെ തന്നെ, മൾട്ടിപ്ലിക്കേഷൻ പോലെ തന്നെ, വലിയ വ്യത്യാസമൊന്നുമില്ല. അപ്പൊ അതിൽ ബാക്കിയുള്ള ക്വസ്റ്റ്യൻസ് നിങ്ങൾ ഹോംവർക്ക് ആയിട്ട് ചെയ്യുക. ഇപ്പൊ നമ്മൾ ചെയ്തതിന്റെ ബാക്കി 5 എണ്ണത്തിന്റെ ബാക്കി കുറച്ചുണ്ട്, നിങ്ങൾ ഹോംവർക്ക് ആയിട്ട് ചെയ്യുക. സമയം പോലെ ചെയ്താൽ മതി കേട്ടോ. ഒരുപാട് ഹെവി വർക്ക് വരുന്നുണ്ട്, നിങ്ങൾ സമയം പോലെ കണ്ടുപിടിച്ച് ചെയ്യുക. ചെയ്ത് കഴിഞ്ഞാൽ മിസ്സിന് അയച്ചു തരണേ. ഓക്കെ, നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാൻ. ഓക്കെ, ബൈ. ആ മിസ് സമയം എത്രയല്ല ആയിട്ടില്ലൂ? സമയം തീരാറായതാ, 3 മിനിറ്റും കൂടിയേ ബാക്കിയുള്ളൂ. നീ ജോയിൻ ചെയ്യാൻ ലേറ്റ് ആയതുകൊണ്ടല്ലേ? അല്ല നമ്മൾ മിസ് നേരത്തെ ക്ലാസ് തുടങ്ങി.